Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. എണ്ണയോ നെയ്യോ ചേർക്കാത്ത ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഈ 4 മണി പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മാത്രമല്ല കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആവിയിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൻപയറാണ്. ഇതുപോലത്തെ വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയൊന്നും ആവശ്യമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് നമുക്ക് ഒരു 2 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഈ വൻപയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെറുപയർ ഉണ്ടല്ലോ, അത് എടുത്താലും മതി. 2-3 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ 1-2 മണിക്കൂർ കുതിർത്തിന് ശേഷം മാത്രം എടുക്കാം. അപ്പോൾ നമുക്ക് കുതിർത്ത ഒരു 4 ടേബിൾ സ്പൂൺ വൻപയർ എടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പയറെടുത്ത് കുതിർത്ത് വരുമ്പോഴത്തേക്ക് ഒരു 1/4 കപ്പ് പയർ കിട്ടും. അപ്പോൾ ആ കുതിർത്ത പയർ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ പയർ കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് ഉണ്ട്. ഇത് ഇതിലോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കാണിച്ചത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച പയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മൾ ഓൾറെഡി കുതിർത്ത പയറാണ്, 2 മണിക്കൂർ കുതിർത്ത പയറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നിങ്ങൾ വേവിക്കുമ്പോൾ കുക്കറിലൊന്നും ഇട്ട് വേവിക്കാൻ പാടില്ല. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മാത്രം മതി, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതൊന്ന് 2 മിനിറ്റ് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം. ഈ വെള്ളം കളയാൻ പാടില്ല. ഈ വെള്ളത്തിലാണ് നമ്മൾ ശർക്കര ഉരുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിം ഓണാക്കി മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പയർ വേവിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പയർ ഇതിൽ വീണിട്ടുണ്ട്. ഇത് ഒരു കണ്ണാപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 കപ്പ് ശർക്കര, ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള ശർക്കരയാണ്. നിങ്ങൾക്ക് കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഈ ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടണം. നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ പൊടിച്ചിട്ട് വേണം എടുക്കാൻ, എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് ഉരുകി കിട്ടും. അപ്പോൾ ഇത് ഉരുകി വരട്ടെ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഉരുകി കിട്ടും പൊടിച്ചിരിക്കുന്നത് കൊണ്ട്. പാനിയങ്ങ് വറ്റി ഒരു നൂൽ പാവാവേണ്ട ഒന്നും ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. ഫ്ലെയിം ഓണാക്കി മറ്റൊരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര അരിച്ചൊഴിക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ് വേണം എടുക്കാൻ. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കളയാം. അപ്പോൾ ഇത് തിളച്ച ഉടൻ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് വേവിച്ച വൻപയറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങയാണ്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ശർക്കരയിൽ ഉപ്പിൻ്റെ രസം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പുട്ടുപൊടി ചേർക്കാൻ പാടില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മിക്സാക്കി എടുത്തപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നു. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. സാധാരണ നോർമൽ വാട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ അരിപ്പൊടിക്കും ഓരോ വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടണം നമുക്ക്. അപ്പോൾ ഓരോരുത്തരുടെ മാവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇതുപോലെ ഡ്രൈ ആയി കിട്ടണം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കൈ പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക.
ഇതിൽ നെയ്യോ എണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ പലഹാരം കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ്ടല്ലോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ കൊളക്കട്ടയ്ക്കൊക്കെ പിടിക്കുമല്ലോ, മാവ് ഇതുപോലെ ഇതുപോലെ പിടിച്ചെടുക്കുക. പ്രസ് ചെയ്ത് നല്ലോണം അമർത്തി പിടിക്കുക. ഇതാണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഇതെല്ലാം പിടിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പമല്ലേ, ഉണ്ടാക്കാനും പെട്ടെന്ന് എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുട്ടികളെല്ലാം ഇത് കഴിക്കുകയും ചെയ്യും. വേറൊരു കറിയിലൊന്നും ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി പലഹാരമായിട്ടെല്ലാം നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ മാവെല്ലാം ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. എല്ലാ മാവും ഇതുപോലെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വിരലിൻ്റെ അടയാളം കാണുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പയറിൻ്റെ അളവ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തതിന് പകരം ഒരു 1/4 കപ്പ് പയർ എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ പയറൊക്കെ അങ്ങ് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം തിളപ്പിക്കാൻ, ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവി കയറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഈ പയറൊക്കെ ഇടയ്ക്ക് കിടക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ വാഴയില വെച്ച് കൊടുക്കുക. ആ വാഴയില ഒരു നാടൻ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പാത്രം ഉണ്ടല്ലോ, ആവി കയറ്റാൻ ഉപയോഗിക്കുന്ന ആ പാത്രത്തിൽ ഒന്ന് എണ്ണ തേച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ വാഴയില ആകുമ്പോൾ നമ്മൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി, പെട്ടെന്ന് ഇതിനായി കിട്ടും. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ പയറൊക്കെ കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു, നല്ല മണമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആ വാഴയിലെ ഫ്ലേവർ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തണുക്കുന്നത് വരെ ഒന്ന് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. കുറച്ച് നേരം ഇരുന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കളറെല്ലാം നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയറൊക്കെ അവിടെ ഇവിടെ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. നല്ല ചൂട് ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുമാത്രമല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്ക് ഡിന്നറിൻ്റെ കൂടെയൊക്കെ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. നല്ല മധുരമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ആവിയിൽ വേവിച്ച ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്